തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സ്നേഹിതരെ, സിക്കമൂർ മരത്തിന് മുകളിൽ ഈശോയെ കാത്തിരുന്ന ചെറിയ മനുഷ്യനായിരുന്നു സക്കേവൂസ്. ആരായിരുന്നു സക്കേവൂസ്? ചുങ്കസ്ഥലത്തിരുന്ന് പൈസ പിരിക്കുന്നതോടൊപ്പം ഒത്തിരിയേറെ ആളുകളിൽ നിന്ന് അനധികൃതമായി പിടിച്ചു പറിച്ചിരുന്ന മനുഷ്യൻ. അതുകൊണ്ട് സന്തോഷത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ. ഈ സക്കേവൂസ് അവൻ്റെ ജീവിതത്തിൽ ഈശോയെ കണ്ടെത്തിയപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു മാറ്റമുണ്ടാകുന്നുണ്ട്. ഈശോയോടൊപ്പം തൻ്റെ വീട്ടിലേക്ക് പോയി വിരുന്നിൽ പങ്കെടുക്കുന്ന സമയത്താണ് സക്കേവൂസ് എഴുന്നേറ്റ് നിന്ന് ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ആരുടെയെങ്കിലും വക ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. മാനസാന്തരത്തിൻ്റെ വഴിയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കണക്കാണ് ഈ 4 ഇരട്ടി കണക്ക്. തെറ്റ് ചെയ്യുമ്പോൾ തെറ്റിന് പരിഹാരമായി 4 ഇരട്ടി എനിക്ക് മറ്റുള്ളവരോട് പ്രതിഫലം നൽകാനായി കഴിയണം. ഒരുപക്ഷെ കോപം ഒരു തെറ്റാണ്. എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ വഴികളിൽ ഒരു 4 തവണയെങ്കിലും ഞാൻ കോപിച്ചിട്ടുണ്ടെങ്കിൽ ആ കോപത്തിന് പകരമായി അതിൻ്റെ 4 ഇരട്ടി 4 × 4 16 തവണ സ്നേഹിക്കാൻ കഴിയുമ്പോൾ ആ തെറ്റിനുള്ള പരിഹാരമായി. അതുപോലെ ജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ തെറ്റുകൾ ഏതെന്ന് മനസ്സിലാക്കി പരിശോധിച്ച് കണ്ടെത്തി ആ തെറ്റുകൾക്ക് 4 ഇരട്ടിയായിട്ടുള്ള നന്മ ചെയ്യാനായി ശ്രമിക്കുമ്പോൾ സക്കേവൂസിനെ പോലെ ഈ 4 ഇരട്ടി കണക്ക് ജീവിതത്തിൽ പകർത്തുന്ന വ്യക്തികളായി നമ്മൾ മാറുകയാണ്. കുമ്പസാരത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ അനുതപിക്കുന്ന ഓരോ ഹൃദയത്തിലും ഈ 4 ഇരട്ടി കണക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. ചെയ്ത തെറ്റിന് പരിഹാരമായി 4 ഇരട്ടി നന്മ മറ്റുള്ളവർക്ക് ചെയ്യാനായി സാധിക്കുക. അതാണ് യഥാർത്ഥ പ്രായശ്ചിത്തം. അതാണ് എൻ്റെ തെറ്റിനെക്കുറിച്ചുള്ള എൻ്റെ ആഴമേറിയ ദൈവത്തിൻ്റെ കരുണ യാചിക്കാനായിട്ടുള്ള എൻ്റെ ആഗ്രഹം.